കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളരി വർഗ്ഗങ്ങളുടെയൊക്കെ ഒരു കൂടപ്പിറപ്പായ ആമവണ്ടിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ട് കുറേ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ആമവണ്ടുകൾ ആമയുടെ പോലെയുള്ള ഒരു ആകൃതി വന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് ആ പേര് തന്നെ വരാൻ കാരണം. ഇത് ഓറഞ്ച് നിറത്തിൽ കറുത്ത പുള്ളികളോട് കൂടി കാണാറുണ്ട്. അതുപോലെ ചെറിയ കളർ വ്യത്യാസത്തിൽ 3 ഇനം ആമവണ്ടുകളെ വെള്ളരി വർഗ്ഗ ചെടികളിൽ സാധാരണ കണ്ടുവരാറുണ്ട്. വള്ളി വീശി തുടങ്ങുമ്പോഴായിരിക്കും ഇവ പ്രത്യക്ഷപ്പെടാറ്. വിരിഞ്ഞു വരുന്ന ഇലകളിലാണ് കൂടുതലായും കാണാറ്. ഇളം ഇലകളിൽ ആദ്യം തന്നെ വട്ടത്തിലുള്ള തുളകൾ ഉണ്ടാകും. അതോടുകൂടി ആ ചെടിയുടെ ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി കുറയുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ പുഴുക്കൾ മണ്ണിലോട്ട് വീണ് ചെടികളുടെ വേരുകളുടെ അഗ്രഭാഗം തിന്നു തീർക്കുകയും ചെയ്യുന്നു. ഇത്തരം വണ്ടുകൾ നമ്മുടെ കൃഷിയിടത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഇലകളെല്ലാം അരിപ്പ പോലെയായി ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരും. ഇത്തരം വണ്ടുകളെ ഒഴിവാക്കാനായിട്ട് നാം കൃഷിക്കായിട്ട് മണ്ണ് തയ്യാറാക്കുമ്പോൾ തന്നെ മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഗ്രോ ബാഗിലും ചട്ടിയിലുമൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു തവണ കൃഷി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതേ ഇനം തന്നെ വീണ്ടും ആ മണ്ണിൽ കൃഷി ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് ഒരു തവണ നമ്മൾ വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട പാവലാണ് കൃഷി ചെയ്തതെങ്കിൽ പിന്നീട് അതേ മണ്ണിൽ ഒരിക്കലും വെള്ളരി വർഗ്ഗ കൃഷികളൊന്നും ചെയ്യാതിരിക്കലാണ് ഏറ്റവും ബുദ്ധി. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടും വണ്ടുകളുടെ ശല്യം കാണുകയാണെങ്കിൽ ജൈവ രീതിയിൽ മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് ബിവേറിയ ലിക്വിഡ് രൂപത്തിലും പൗഡർ രൂപത്തിലും നമുക്ക് വാങ്ങാൻ കിട്ടും. വളങ്ങളും കീടനാശിനിയും ഒക്കെ വിൽക്കുന്ന കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. ലിക്വിഡ് രൂപത്തിലുള്ളതാണ് നിങ്ങൾക്ക് വാങ്ങിച്ചതെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികളുടെ ഇലകളിലും തണ്ടിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഇനി നിങ്ങൾക്ക് ബിവേറിയ പൗഡർ രൂപത്തിലാണ് കിട്ടിയതെങ്കിൽ 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും കീടശല്യം മാറിക്കിട്ടും. ഇതൊന്നും ഒറ്റ തവണ ഉപയോഗിച്ച് നിർത്തിക്കളയാതെ ആഴ്ച തോറും മുടങ്ങാതെ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഗുണം കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ജൈവ രീതിയിൽ ചെയ്യാവുന്ന മറ്റൊരു മാർഗമാണ് മെറ്റാറൈസിയം എന്ന കീടനാശിനി. ഇതിൽ നിന്ന് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിലേക്ക് 10 ഗ്രാം ശർക്കരയും കൂടി ചേർത്ത് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്നുമല്ലാതെ ജൈവ രീതിയിൽ ഒട്ടും പൈസ ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയെ നമുക്കൊന്ന് ഉണ്ടാക്കി ചെടികൾ പ്രയോഗിച്ച് നോക്കാം. അത് തയ്യാറാക്കാനുള്ള സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റെങ്ങും പോകേണ്ടി വരില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെയുള്ള 3 ഐറ്റംസ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കിയിട്ട് ചെടികൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ കീടങ്ങൾ കൂട്ടത്തോടെ ചത്തുപോകുമെന്ന ധാരണ വേണ്ട. ഈ ഒരു കീടനാശിനി എന്നല്ല, ഏത് ജൈവ കീടനാശിനി നമ്മൾ ചെടികൾ പ്രയോഗിച്ചു കഴിഞ്ഞാലും കീടങ്ങളൊന്നും ചത്തുപോകുകയില്ല. മറിച്ച് ഇത്തരം കീടങ്ങളെ നമ്മുടെ തോട്ടത്തിൽ നിന്നും അകറ്റി നിർത്താൻ നമുക്ക് 100% നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ കാണിച്ച അത്രയൊന്നും വേണ്ടട്ട വെളുത്തുള്ളി. അതിൽ നിന്നും ഒരു 3-4 അല്ലി മാത്രം മതി. പിന്നെ മൂന്നാമതായി വേണ്ടത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഇത് 3 നമുക്ക് ഈസിയായി സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. പൈസ കൊടുത്ത് കീടനാശിനി വാങ്ങുന്നതിലും 100 ഇരട്ടി നല്ലതാണ് ഇങ്ങനെ നാം തയ്യാറാക്കി പ്രയോഗിക്കുന്നത്. നമ്മൾ രാസകീടനാശിനിയാണ് പ്രയോഗിക്കുന്നതെങ്കിൽ കീടങ്ങളെ കൊന്നു കളയാനുള്ള കഴിവുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ അതേ പച്ചക്കറി ഉപയോഗിക്കുന്നതുകൊണ്ട് വിഷാംശമെല്ലാം ഭക്ഷണത്തിലൂടെ നമ്മുടെ അകത്തേക്ക് തന്നെ പോകുമെന്നതാണ് കാര്യം. അപ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാലും ഇതേപോലെയുള്ള ജൈവ കീടനാശിനി തയ്യാറാക്കി പ്രയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന വിധം ഒന്ന് നോക്കാം. ആദ്യം തന്നെ വെളുത്തുള്ളിയുടെ ഒരു 3-4 അല്ലി എടുക്കണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല കൊമ്പിൽ നിന്നും ഊരിയെടുത്ത് അതും മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള കൂട്ടാണ്. വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളയേണ്ട കാര്യമേ ഇല്ല. നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ പോയിക്കൊള്ളും. ഇനി മൂന്നാമതായി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത കൂട്ട് റെഡിയായി. നല്ല ഗ്രീൻ കളറിൽ നല്ല തിക്കായ ഗ്രേവി പോലെയുണ്ട്. ഇനി 1 ലിറ്റർ വെള്ളം എടുത്ത് അതിലേക്ക് നാം തയ്യാറാക്കി വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത്
ഒരു 3-4 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കണം. 3-4 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നല്ല പോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒരു പഴയ അരിപ്പ എടുത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ അരഞ്ഞു ചേരാത്ത ഇലകളും മറ്റും കാണും. അതുകൊണ്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ സ്പ്രേയറിലേക്ക് ഒഴിക്കാവൂ. ഇല്ലെങ്കിൽ നമ്മുടെ സ്പ്രേയറിൻ്റെ നോസിലൊക്കെ അടഞ്ഞ് കേടുവന്നു പോകും. നാം സ്വയം തയ്യാറാക്കുന്ന ഏത് കീടനാശിനിയും അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ സ്പ്രേയറിലേക്ക് ഒഴിക്കാവൂ. ഞാനിവിടെ ഉപയോഗിക്കുന്ന സ്പ്രേയർ 2 ലിറ്റർ അളവിൻ്റേതാണ്. ഇനി നാം തയ്യാറാക്കി വെച്ച ജൈവവളം ആമവണ്ണിൻ്റെ ശല്യമുള്ള പാവലിലാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്ത് നിർത്താതെ ആഴ്ച തോറും മുടങ്ങാതെ സ്പ്രേ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കായീച്ചകളുടെ ഉപദ്രവം ഇല്ലാതിരിക്കാനായി പാവലിൽ കായ ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ പേപ്പർ കൊണ്ട് കുമ്പിൾ കുത്തി കവർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇത്തരം ജൈവ കീടനാശിനി നിരന്തരം മാറി മാറി പ്രയോഗിച്ചാൽ മാത്രമേ നമ്മുടെ കൃഷികൾ കീടശല്യമില്ലാതെ വളരുകയുള്ളൂ. അതുപോലെ തന്നെ നാം സാധാരണ ഉപയോഗിക്കുന്ന വേപ്പെണ്ണ, ആവണക്കെണ്ണ, സോപ്പ് മിശ്രിതവും ഇടവിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.